ഹലോ മോത്തിയസ്, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് നേഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്നതാണ്. ആക്ച്വലി ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നേഴ്സിംഗ് പഠിക്കാൻ വരുമ്പം തന്നെ നേഴ്സിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ അതൊക്കെ പഠിക്കുന്നതാണ്. എങ്കിൽ പോലും നമ്മൾ ആസ് ലോങ് ആസ് വി ആർ ഇൻ ദിസ് പ്രൊഫഷൻ വി ഷുഡ് നോ ഓൾ ദീസ് തിങ്സ്. അത് നമുക്ക് അറിയാവുന്ന കാര്യം. എന്നാൽ ഇവിടെ ഒന്നുകൂടെ എനിക്ക് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ അത് റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇതിലെന്തൊക്കെയാണ് പഠിക്കുന്നതിൻ്റെ പ്രൊഫഷൻ, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഫഷൻ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് നഴ്സിംഗ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രൊഫഷണൽ നഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കണം. ഇതിനകത്ത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് ഗോ ത്രൂ ചെയ്യാം. എന്നിട്ട് മാത്രമേ അടുത്ത പോർഷനിലോട്ടൊക്കെ നമുക്ക് ഇഫക്റ്റീവ് ലേണിങ്ങിന് ഇത് കുറേ കൂടെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ പ്രൊഫഷൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇറ്റ് ഈസ് എ കോളിംഗ് ദാറ്റ് റിക്വയർ സ്പെഷ്യൽ നോളജ്, സ്കിൽ ആൻഡ് പ്രിപ്പറേഷൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നേഴ്സിംഗിൻ്റെ മീനിങ് ഇറ്റ് ഈസ് എ കോളിംഗ് ദാറ്റ് റിക്വയർ സ്പെഷ്യൽ നോളജ്, സ്കിൽ ആൻഡ് പ്രിപ്പറേഷൻ. അല്ലേ, അതൊരു പ്രൊഫഷണൽ കോഴ്സും കൂടെയാണ്. പിന്നെ ഇറ്റ് ഈസ് ആൻ ഓക്കുപ്പേഷൻ ദാറ്റ് റിക്വയർഡ് അഡ്വാൻസ്ഡ് നോളജ് ആൻഡ് സ്കിൽ എന്ന് വേണമെങ്കിലും പറയാം. ഇറ്റ് ഈസ് ആൻ ഓക്കുപ്പേഷൻ ദറ്റ് റിക്വയർ അഡ്വാൻസ്ഡ് നോളജ് ആൻഡ് സ്കിൽ. പിന്നെ ഇറ്റ് ഗ്രോസ് ഔട്ട് ഓഫ് സൊസൈറ്റീസ് നീഡ് ഫോർ സ്പെഷ്യൽ സർവീസ്. അതായത് സമൂഹത്തിൻ്റെ ഒരാവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതായത് ഇതൊരു സ്പെഷ്യൽ സർവീസാണ്, സൊസൈറ്റിക്ക് കൊടുക്കേണ്ട ഒരു സ്പെഷ്യൽ സർവീസാണ് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോളിംഗ് ഫോർ ദാറ്റ് റിക്വയർ സ്പെഷ്യൽ നോളജ്, സ്കിൽ ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു. പിന്നെ ഇറ്റ് ഈസ് ആൻ ഒക്കുപ്പേഷൻ ദാറ്റ് റിക്വയർ അവയർനെസ്, നോളജ് ആൻഡ് സ്കിൽ എന്ന് പറഞ്ഞു. ഇറ്റ് ഗ്രോസ് ഔട്ട് ഓഫ് സൊസൈറ്റീസ് നീഡ് ഫോർ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലെ ഹ്യൂമൻ ബീയിങ്സ് പിന്നെ അസുഖം വരിക എന്നുള്ള ഒരു നോർമൽ തിങ് ആണ് എപ്പോഴും. എവിടെയൊക്കെ മനുഷ്യരുണ്ട് അവിടെയൊക്കെ അവർക്ക് രോഗങ്ങളുണ്ടാകാം. അപ്പോൾ രോഗങ്ങൾ വരുമ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതിന് അനുസരണമായ രീതിയിൽ അവരെ കെയർ ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് നെസസിറ്റിയാണ് സൊസൈറ്റിയുടെ. അപ്പോൾ അങ്ങനെ ആ ഒരു നെസസിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സർവീസാണ് നഴ്സിംഗ് എന്ന് നമുക്ക് പറയാം. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഗ്രോസ് ഔട്ട് ഓഫ് സൊസൈറ്റീസ് നീഡ് ഫോർ സ്പെഷ്യൽ സർവീസസ്. സൊസൈറ്റീസ് നീഡ് ഫോർ സ്പെഷ്യൽ സർവീസ് എന്ന് നമുക്ക് പ്രൊഫഷനെ പറ്റി പറയാം. ഓക്കെ, പിന്നെ നമുക്ക് സിംപ്ലി അതിൻ്റെ ഒരു ഒത്തിരി ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കിയാൽ ഇറ്റ് ഈസ് ആൻ ഓക്കുപ്പേഷൻ വിത്ത് എത്തിക്കൽ കമ്പോണൻസ് ദാറ്റ് ഈസ് ഡിവോട്ടഡ് ടു ദ പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ. അതായത് ഇതൊരു ജോലിയാണ്, ഒക്കുപ്പേഷനാണ് വിത്ത് എത്തിക്കൽ കമ്പോണൻറ്റ്. എത്തിക് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും അവരുടെ പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നതെന്ന് അനുശാസിക്കുന്ന ഒരു കോഡിനെ നമ്മളെപ്പോഴും എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പം നേഴ്സിങ്ങിന് അതും അങ്ങനെ ഒരു എത്തിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. ഒക്കുപ്പേഷൻ വിത്ത് ആൻ എത്തിക്കൽ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ഡിവോട്ടഡ് ടു ദ പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഹ്യൂമൻ ബീയിങ്സിൻ്റെ സോഷ്യൽ വെൽഫെയറിനും സൊസൈറ്റിയുടെ സോഷ്യൽ വെൽഫെയറിനും വേണ്ടി ഉള്ള ഒരു ഒക്കുപ്പേഷനാണ് വിച്ച് ഹാസ് ഗോട്ട് ആൻ എത്തിക്കൽ കമ്പോണൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിവോട്ടഡ് ടു ദ പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ. എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ ആണ്. അപ്പം ഇതിൻ്റെ ഡെഫിനിഷനകത്ത് ആ ഒരു കാര്യങ്ങളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് നഴ്സിംഗ് ഈസ് ആൻ ഒക്കുപ്പേഷൻ വിത്ത് എത്തിക്കൽ കമ്പോണൻസ്. എന്ന് വെച്ചാൽ നേഴ്സസിന് എങ്ങനെ വേണമെങ്കിലും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനല്ല. ഓരോ കാര്യങ്ങളും ഇന്ന രീതിയിൽ കൂടെ ചെയ്യണം എന്നുള്ള ഒരു കോഡും കൂടെ ഉള്ള ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. അതുകൊണ്ടാണ് ഇറ്റ് ഹാസ് ഗോട്ട് ആൻ എത്തിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ആ എത്തിക്കൽ കമ്പോണൻറ്റിനെ ഡിസൈഡ് ചെയ്യുന്നതിന് ബോഡി ഓഫ് നോളജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ അതുമായിട്ട് റിലേറ്റഡുമാണ്. അതാണ് പറയുന്നത്. ആദ്യം പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ കോളിംഗ് ദാറ്റ് റിക്വയർസ് സ്പെഷ്യൽ നോളജ്, സ്കിൽ ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു. സ്പെഷ്യൽ നോളജും സ്കില്ലും പ്രിപ്പറേഷൻ വേണം. ആ ഒരു പ്രവൃത്തിയാണ് നേഴ്സിനെ ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആക്കുന്നത്. എന്തിനു വേണ്ടി? ഫോർ പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ അല്ലേ? അപ്പോൾ അത്രയാണ് നമ്മൾ ഡെഫിനിഷനിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. ഇനിയും നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് നേഴ്സിങ്ങിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് പറയുന്നുണ്ട്, നമ്മളിതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തേർഡ് ഇയർ ആയല്ലോ, നിങ്ങൾക്ക് പുറകോട്ട് ചിന്തിച്ചാൽ ഇതൊക്കെ ഇതിൻ്റെ എത്രമാത്രം അർത്ഥവത്താണെന്നും അതിനകത്ത് എത്രമാത്രം മീനിങ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ തിയറി മാത്രം പോരാ. നമ്മളിപ്പോൾ പ്രാക്ടിക്കലിനും പേഷ്യൻ്റ് കെയർ കൊടുക്കാനും വേണ്ടി 2 വർഷം പോയി കഴിഞ്ഞു. ഓൾറെഡി 3-ാമത്തെ വർഷത്തിലാണ് നമ്മൾ സ്പെഷ്യാലിറ്റീസൊക്കെ 4-ാമത്തെ വർഷത്തിലാണ് നമ്മൾ സ്പെഷ്യാലിറ്റി ഒക്കെ തേർഡ് ഇയറിൽ പഠിച്ചു. അതെല്ലാം കഴിഞ്ഞ് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദി ലാസ്റ്റ് ഇയറിലേക്ക് നമ്മൾ വന്നേക്കുക അല്ലേ? അപ്പോൾ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് നേഴ്സിംഗ് എന്താണെന്ന് നിങ്ങളെ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല.
നിങ്ങൾ തിയറിയിൽ അത് പഠിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ കൂടിയും നിങ്ങളുടെ അനുഭവങ്ങളിൽ കൂടിയും എക്സാക്ട്ലി യു നോ വാട്ട് ഈസ് നഴ്സിംഗ്. ഓക്കെ, എന്നാലും ഒന്ന് റിവൈസ് ചെയ്യുന്നത് ഇവിടെ അത് പലയിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട, ആ നോളജ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ കെയറിങ് ആക്ടിവിറ്റി. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നേഴ്സിംഗ് ഈസ് എ കെയറിങ് ആക്ടിവിറ്റി. it is a profession or it is a procedure oriented profession. അതാണ് which is mainly concerned with caring of the person, especially when they are sick. അതായത് സിക്നസ് ഇല്ലാത്തപ്പോഴും നമ്മൾ അവരുടെ വെൽഫെയറിനെ പറ്റി കെയർ ചെയ്യണം. ഈവൻ ദോ മോർ കെയർ കൊടുക്കുന്നത് നമ്മൾ അതായത് കൂടുതൽ സിക്ക് ആകുമ്പോഴാണ് കൂടുതൽ കെയറിന് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ പറയാനുള്ളത്, ഇറ്റ് ഇൻവോൾവ്സ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് റെസിപ്പിയൻ്റ് ഓഫ് കെയർ. ഇറ്റ് ഇൻവോൾവ്സ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് റെസിപ്പിയൻ്റ് ഓഫ് കെയർ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ റെസിപ്പിയൻ്റ് ഓഫ് കെയർ എന്ന് പറയുന്നത് പേഷ്യൻ്റാണ്. പേഷ്യൻറ്റുമായിട്ട് നമ്മൾ ഒത്തിരി ഇൻട്രാക്ഷനിൽ ഒത്തിരി കണക്ഷൻ ഒക്കെ ആവശ്യമാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇൻവോൾവ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് അവർ റെസിപ്പിയൻ്റ്. ഓക്കെ, അതിൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിലും ക്ലോസ് കോണ്ടാക്റ്റും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു പ്രൊഫഷനാണ് നഴ്സിംഗ്. പിന്നെ എ സർവീസ് ദാറ്റ് ടേക്ക് ഹ്യൂമൻ ബീയിങ് ഇൻ ടു അക്കൗണ്ട് ആസ് ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ഓർഗനിസം. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ പ്രത്യേകതകളെ പറ്റി ക്ലോസ് കോണ്ടാക്റ്റും റിലേഷൻഷിപ്പും ഉള്ള ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് എ സർവീസ് ദാറ്റ് ടേക്ക് ഹ്യൂമൻ ബീയിങ് ഇൻ ടു അക്കൗണ്ട് ആസ് ഫിസിയോളജിക്കൽ ഓർഗനിസം, സൈക്കോളജിക്കൽ ഓർഗനിസം ആൻഡ് സോഷ്യോളജിക്കൽ ഓർഗനിസം. ഈ 3 തരത്തിലും നമ്മളൊരു വ്യക്തിയെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വി ആർ കൺസിഡറിങ് ദ ഹ്യൂമൻ ബീയിങ് ആസ് എ സോഷ്യോളജിക്കൽ ഓർഗനിസം, സൈക്കോളജിക്കൽ ഓർഗനിസം ആൻഡ് ഫിസിയോളജിക്കൽ ഓർഗനിസം. അല്ലേ, ആ തരത്തിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കണക്കാക്കിയാണ് നമ്മൾ അവർക്ക് നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സർവീസ് that take into account the human being as a physiological organism, psychological organism and sociological organism. എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആദ്യം പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ, മെൻ്റൽ ഹെൽത്തിനെ തന്നെ നമ്മൾ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ് പറയുന്നത്, അല്ലേ. അപ്പോൾ ആ 3 ആസ്പെക്റ്റും ഹെൽത്ത് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നേഴ്സിംഗ് സർവീസ് കൊടുക്കുമ്പോഴും ഈ 3 ആസ്പെക്റ്റിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ പ്രത്യേകതകളെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നേഴ്സിംഗ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ദെൻ കമ്മിറ്റഡ് ടു ദ പ്രൊമോട്ടിംഗ് ഹെൽത്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ, ഫാമിലി, കമ്മ്യൂണിറ്റി ആൻഡ് നേഷൻ ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ഹെൽത്ത് പ്രൊമോഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നേഴ്സിംഗ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ടോൾഡ് ദാറ്റ് നേഴ്സിംഗ് ഈസ് കമ്മിറ്റഡ് ടു പ്രൊമോട്ടിംഗ് ഹെൽത്ത് ഓഫ് വിച്ച് ഓൾ പേഴ്സൺ, ഹെൽത്ത് ഓഫ് ഇൻഡിവിജ്വൽ, ഫാമിലി, കമ്മ്യൂണിറ്റി ആൻഡ് നേഷൻ ഇൻ ബെസ്റ്റ് പോസിബിൾ മാനർ. കഴിയുന്നത്ര അങ്ങേയറ്റം കഴിയാവുന്ന അത്രയും ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നേഴ്സിംഗിൻ്റെ ഒരു പ്രത്യേകത. സോ ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു പ്രൊമോട്ടിംഗ് ദ ഹെൽത്ത് ഓഫ് ഇൻഡിവിജ്വൽ, ഫാമിലി, കമ്മ്യൂണിറ്റി, നേഷൻ ഇൻ ബെസ്റ്റ് പോസിബിൾ മാനർ. ഓക്കെ, പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു ദ പേഴ്സണലൈസ്ഡ് സർവീസ് ഫോർ ദ പേഴ്സൺ ഇറസ്പെക്റ്റീവ് ഓഫ് കളർ, കാസ്റ്റ്, ക്രീഡ്, സോഷ്യൽ ഓർ എക്കണോമിക് സ്റ്റാറ്റസ്. അതായത് ഓരോ വ്യക്തിക്കും വ്യക്തികൾക്ക് തന്നെ അവർക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് കെയർ കൊടുക്കുക. നമ്മളിപ്പം ഒരു രോഗി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളെപ്പോഴും ഇൻഡിവിജ്വലൈസ്ഡ് കെയറാണ് കൊടുക്കുന്നത്. ഇൻഡിവിജ്വലൈസ്ഡ് കെയർ കൊടുക്കുന്നു ഇറസ്പെക്റ്റീവ് ഓഫ്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമൻ ബീയിങ് ആയി കണ്ടുകൊണ്ട് മാത്രം, അല്ലാതെ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെയോ കളറിൻ്റെയോ ക്രീഡിൻ്റെയോ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ ഒന്നും പരിധിക്കുള്ളിൽ നിർത്തിക്കൊണ്ടല്ലാതെ അങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ അദ്ദേഹത്തെ കൺസിഡർ ചെയ്ത് അത് ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് പൊളിറ്റിക്കൽ ലീഡർ ആകട്ടെ, അദ്ദേഹം ഏത് എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസിലുള്ള മനുഷ്യനാകട്ടെ, അവരെ എല്ലാം പേഷ്യൻ്റ് എന്ന ഒരു നിലയിൽ മാത്രം കണ്ടുകൊണ്ട്
അതല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എന്താ സ്പെഷ്യൽ കൺസിഡറേഷനും കൊടുക്കാതെ എല്ലാവരെയും യുണീക്ക് ഒരുപോലെ കണ്ടുകൊണ്ട് കെയർ കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ് നേഴ്സിങ്ങിനുള്ളത്. അതായത് ഒരിക്കലും അവർക്കൊരു നമ്മൾ പക്ഷാഭേദം കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് പേഴ്സണിന് പ്രത്യേക നേഴ്സിംഗ് കെയർ, അല്ലെങ്കിൽ ഒത്തിരി പണമുള്ള ആളിന് പ്രത്യേക നേഴ്സിംഗ് കെയർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിക്കാരന് പ്രത്യേകം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കളർ അല്ലെങ്കിൽ മതം ഉള്ളവന് പ്രത്യേകം, അങ്ങനെയൊന്നുമില്ല. ഏത് വ്യക്തിയാണോ ആ വ്യക്തി ആരായിക്കോട്ടെ, ഇത് ഏത് സ്റ്റേറ്റിലുള്ളവരായിക്കോട്ടെ, ആ വ്യക്തിയെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പരിചരിക്കുന്നു എന്നുള്ളതാണ് നേഴ്സിങ്ങിൻ്റെ പ്രത്യേകത. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു പേഴ്സണലൈസ്ഡ് സർവീസ് ഫോർ എ പേഴ്സൺ ഇറസ്പെക്റ്റീവ് ഓഫ് കളർ, കാസ്റ്റ്, ക്രീഡ്, സോഷ്യൽ ഓർ എക്കണോമിക് സ്റ്റാറ്റസ്. അതും നേഴ്സിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്. പിന്നെ ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു ഇൻവോൾവ്മെൻറ്റ് ഇൻ എത്തിക്കൽ, ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇൻ ഡെലിവറി ഓഫ് ഹെൽത്ത് കെയർ. അതായത് ഈ 3 തലങ്ങളിലുള്ള, അതായത് എത്തിക്കൽ, ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായാലും, എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും അവിടെ ഈ പറയുന്ന പ്രത്യേകതകളൊന്നും നോക്കാതെ തന്നെയാണ് നഴ്സിംഗ് കെയർ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കമ്മിറ്റഡ് ടു ഇൻവോൾവ്മെൻറ്റ് ഇൻ എത്തിക്കൽ, ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇൻ ഡെലിവറി ഓഫ് ഹെൽത്ത് കെയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ. പിന്നെ ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഫഷണൽ നേഴ്സ്. ഇത് നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഫഷണൽ നേഴ്സ്. അതായത് ഒരു നേഴ്സിങ്ങിൻ്റെ പ്രൊഫഷൻ ഏറ്റെടുത്തേക്കുന്ന ഒരു വ്യക്തിയുടെ അവരുടെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാകണം. അപ്പോൾ അത് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന കാര്യമാണല്ലോ. നമ്മളെല്ലാം അല്ലെങ്കിൽ നിങ്ങളെല്ലാം തന്നെ പ്രൊഫഷണൽ നേഴ്സാകാൻ പോകുന്നവരാണ്. അപ്പം നിങ്ങൾ ഈ ഒരു കോഴ്സ് പാസ്സായി നിങ്ങൾ ഒരു പ്രൊഫഷണൽ നേഴ്സ് എന്ന പേരോടെ, ലേബലോടെ ഇറങ്ങുമ്പോൾ എന്തൊക്കെയായിരിക്കണം നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതായത് മസ്റ്റ് ഹാവ് എ റിയലിസ്റ്റിക് ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ നഴ്സിംഗ്. തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സ് അണ്ടർഗോ ചെയ്ത് അതിൻ്റെ പരീക്ഷ പാസ്സായിട്ടുള്ള ആളാവണം. അങ്ങനെയാണ് ഒരു ഡിപ്ലോമയോ ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ വ്യക്തി ഒരു പ്രൊഫഷണൽ നേഴ്സാണെന്ന് പറയാൻ പറ്റൂ. അതാണ് പറയുന്നത്. മസ്റ്റ് ഹാവ് എ റിക്വസിറ്റ് ഡിപ്ലോമ ഡിഗ്രി ഇൻ നഴ്സിംഗ്. ദെൻ പിന്നെ പറയുന്നത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ആകണം, അല്ലേ? ഇപ്പം നമ്മൾ നഴ്സിംഗ് കോഴ്സിന് വരുമ്പോൾ തന്നെ നമ്മളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒരുപാട് മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അഡ്മിറ്റഡ് ആകുമ്പോൾ മെഡിക്കലി ഫിറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അഡ്മിറ്റഡ് ആകാൻ പറ്റത്തുള്ളൂ. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ആണോ എന്ന് അവർ നോക്കും. അതിനകത്ത് ഒരുപാട് ടെസ്റ്റുകൾ വേണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നിങ്ങൾ അഡ്മിഷൻ വന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ മെഡിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി, മെൻ്റൽ ഫിറ്റ്നസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളെ അണ്ടർഗോ ചെയ്ത ടെസ്റ്റുകളും കാര്യങ്ങളും പരിശോധനകളും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അല്ലേ? അതാണ് ആ പേഴ്സൺ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് ആകണം. ഓക്കെ, പിന്നെ അടുത്തത് ലൈസൻസ് ടു പ്രാക്ടീസ് നഴ്സിംഗ്. അതായത് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കോഴ്സ് ഓരോ നഴ്സിങ്ങിന് കോഴ്സിന് വരുന്ന ഓരോ വ്യക്തിയും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പരീക്ഷ പാസ്സായിട്ട് അവർക്ക് വേണ്ടി ഉള്ള ഒരു രജിസ്ട്രേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞ ഒരെണ്ണം എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, അല്ലേ? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും കേരള നഴ്സിംഗ് കൗൺസിലും അതെന്താണെന്നും അതെങ്ങനെയാണെന്നും അവിടെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തുന്നതും ലൈസൻസിങ് നടത്തുന്നതൊക്കെ ഞാൻ പഠിച്ചു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് അണ്ടർഗോ ചെയ്യണം, അവർ പോയി ആ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ദാറ്റ് ഈസ് എ യുണീക്ക് നമ്പർ. ആ നമ്പർ കിട്ടിക്കഴിയുമ്പോഴാണ് ആ പ്രത്യേക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ഈസ് ദ അതോറിറ്റി വിച്ച് ഗിവ്സ് യുവർ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കണ്ടല്ലോ, രജിസ്ട്രേഷൻ കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ എന്ന് പറഞ്ഞ് ഓരോ സ്റ്റേറ്റിലും ഒരു പ്രത്യേക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുണ്ട്. അവരൊരു സർട്ടിഫിക്കറ്റും തരും. ആ സർട്ടിഫിക്കറ്റിനകത്തൊരു നമ്പറും കാണും. അതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ യു ആർ എ ലൈസൻസ്ഡ് രജിസ്റ്റേർഡ് നഴ്സ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആ രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള രജിസ്ട്രേഷൻ കിട്ടിക്കഴിയുമ്പോഴേ, അല്ലെങ്കിൽ അത് നേഴ്സസിൻ്റെ ലൈസൻസാണ്. അത് കിട്ടിയാൽ മാത്രമേ ഒരു പ്രൊഫഷണൽ നേഴ്സ് എന്നുള്ള നിലയിൽ നേഴ്സായിട്ട് എവിടെയും ജോലി ചെയ്യാൻ പറ്റൂ. അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ലൈസൻസ്ഡ് പ്രാക്ടീസ് നഴ്സിംഗ്, അല്ലേ? നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും, ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ ആദ്യം അവർ ചോദിക്കുന്നത് BSc നഴ്സിംഗിൻ്റെ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തോ ആ നമ്പർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ്
ടൂളെന്ന് പറയുന്നത്. ഓക്കെ, അത് എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ കോൺഫിഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ പ്രൊവൈഡിങ് കെയർ. അതായത് ഈ 4 വർഷവും പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്നു. ഓരോ വർഷവും ഡിഫറെൻറ്റ് സബ്ജക്റ്റ് പഠിക്കുന്നു. ഡിസീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുന്നു. പിന്നെ നമ്മൾ നേഴ്സിംഗ് എഡ്യൂക്കേഷൻ പഠിക്കുന്നു, നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ആഫ്റ്റർ 4 years of training should be mature enough to take decisions which should be sound, which is needed for the patient's welfare and in giving care for the patient. അതായത് തീരുമാനങ്ങൾ എടുക്കാൻ, പേഷ്യൻറ്റിന് കെയർ കൊടുക്കുന്നതിനെ പറ്റി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വൈസായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഒരു നഴ്സിനുണ്ടാകണം. മനസ്സിലായോ? അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പാടുപെട്ട് 4 വർഷം പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ അനാറ്റമി, ഫിസിയോളജി, ഫൗണ്ടേഷൻ സബ്ജക്റ്റുകളെല്ലാം പഠിക്കും. പിന്നെ മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സബ്ജക്റ്റുകളെല്ലാം ആർട്സ് സബ്ജക്റ്റുകൾ പഠിക്കും. അതായത് സോഷ്യോളജി, സൈക്കോളജി ഇതെല്ലാം പഠിക്കും. പിന്നെ അത് കഴിഞ്ഞ് ന്യൂട്രീഷൻ പഠിക്കും, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു പേഴ്സൺ ഡിസീസ് കണ്ടീഷൻ ആകുമ്പം ഫുഡിൻ്റെ ഓൾട്ടറേഷൻ എങ്ങനെയൊക്കെ വരുത്തണം അത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പം ഡിസീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓരോ ബോഡിയിലെ സിസ്റ്റത്തിനെയും ഡിസീസ് ബാധിച്ചാൽ എങ്ങനെ മാനേജ് ചെയ്യണം അത് നമ്മൾ സെക്കൻഡ് ഇയർ തൊട്ട് മെഡിക്കൽ സർജിക്കൽ പഠിക്കും. തേർഡ് ഇയർ ആകുമ്പോൾ സ്പെഷ്യാലിറ്റി പഠിക്കും. അതായത് ചൈൽഡ് ഹെൽത്ത് നഴ്സിങ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്. ഫോർത്ത് ഇയർ ആകുമ്പം ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി നഴ്സിങ് പഠിക്കും. അല്ലേ? ഇങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും പഠിച്ചു കഴിയുമ്പോൾ അവസാനം നമ്മൾ എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഈ രണ്ടെണ്ണം കൂടെ പഠിക്കാറുണ്ട് അതിനകത്ത്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ പിന്നെ ഈ പ്രൊഫഷനെ പറ്റി കൂടുതൽ ഡീൽ ചെയ്യുന്ന കുറേ ടോപ്പിക്കൊക്കെ ഫസ്റ്റ് ഇയറിലും ഫൈനൽ ഇയറിലും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഇതൊക്കെ നിങ്ങൾ പഠിച്ച് കാണും. എന്നാലും ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് കോൺഫിഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ പ്രൊവൈഡിങ് കെയർ. അതായത് എനിക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ പേഷ്യൻ്റെ കെയറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രത്യേക ഘട്ടത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. ഞാൻ എടുക്കുന്ന തീരുമാനം വയസ്സായിരിക്കും പേഷ്യൻ്റെ വെൽഫെയറിന് വേണ്ടി എന്നുള്ള ഒരു സ്വന്തം ആത്മബോധം വ്യക്തിക്കുണ്ടാവണം. എനിക്ക് പറ്റും. അതാണ് പറയുന്നത് കോൺഫിഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ പ്രൊവൈഡിങ് കെയർ. പിന്നെ ഹംബിൾ ആൻഡ് ഹോണസ്റ്റ്. അതായത് പേഷ്യൻറ്റിൻ്റെ നമുക്ക് കൂടുതൽ പേഷ്യൻ്റ് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മളോട് പേഷ്യൻറ്റിന് വിശ്വാസം തോന്നണമെങ്കിലും ഒക്കെ ഹംബിളും ആൻഡ് ഹോണസ്റ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഹംബിൾനെസ് ആൻഡ് ഹോണസ്റ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പിന്നെ സത്യസന്ധത. അതായത് പേഷ്യൻറ്റിന് തോന്നണം നമ്മൾ പേഷ്യൻ്റെ വെൽഫെയറിന് വേണ്ടി തന്നെയാണ് കെയർ കൊടുക്കുന്നതെന്നും അല്ലാതെ നമ്മൾ പഠിക്കാനോ ശമ്പളം വാങ്ങിക്കാനോ ജോലി കിട്ടാനോ ഒക്കെയാണെന്നുള്ള പേഷ്യൻറ്റിന് ഫസ്റ്റ് തോന്നുന്നത്. നമ്മൾ സർവീസ് മൈൻഡഡ് പേഴ്സൺ ആണ്. വി ആർ വർക്കിംഗ് ഓൾസോ ഫോർ ദ വെൽഫെയർ ഓഫ് ദ പേഴ്സൺ ബിക്കോസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ജോബ്. വി വിൽ ഗെറ്റ് റെമ്യൂണറേഷൻ. അത് വേറെ കാര്യം. ഈവൻ ദെൻ റെമ്യൂണറേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, അല്ലാതെ പേഷ്യൻ്റെ വെൽഫെയറിന് വേണ്ടിയല്ല. ഇറ്റ് ഈസ് നോട്ട് എ സർവീസ് മൈൻഡഡ് വർക്ക്. അങ്ങനെയൊന്നും പേഷ്യൻറ്റിന് തോന്നാൻ പാടില്ല. അതാണ് പറയുന്നത്. ഹംബിൾ ആൻഡ് ഓണസ്റ്റ് ആയിരിക്കണം. കോപ്പറേറ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് പേഷ്യൻസ് നീഡ്സ്. അതായത് പേഷ്യൻ്റെ നീഡ്സ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പേഷ്യൻറ്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം. മനസ്സിലായോ? ഓരോ പേഷ്യൻറ്റും ഓരോ യുണീക്ക് ഹ്യൂമൻ ബീയിങ് ആണെന്ന് ഓർക്കുക. മറ്റുള്ളവരുമായിട്ട് ഒരു പേഴ്സണെ നമുക്ക് കമ്പയർ ചെയ്ത് അവരെങ്ങനെ ചെയ്തില്ല, നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. എല്ലാവരും യുണീക്ക് പേഴ്സണാണ്. അവർക്ക് അവരുടേതായ ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. ഓരോ വ്യക്തിക്കും അവരുടേതായ നീഡ്സ് ആൻഡ് പ്രോബ്ലം ഉണ്ടാകും. അത് മനസ്സിലാക്കുന്നതിനും ഇഫക്റ്റീവായിട്ട് അതിനനുസരിച്ച് കെയർ കൊടുക്കുന്നതിനും നമ്മളെപ്പോഴും കോപ്പറേഷൻ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായി? അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഫഷണൽ നഴ്സ്. പിന്നെ ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ഫോർ സൂപ്പർവിഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ദി ജൂനിയർ സ്റ്റാഫ്. അതായത് നമുക്ക് പല പല കാര്യങ്ങളും അറിയാം. ആ ഒരു കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനും കൂടി ഉപയോഗിക്കണം. അതായത് നമ്മളെക്കാട്ടി നമ്മൾ അത്രയും തന്നെ വളരെയധികം അത്രയും നോളജ് ഉള്ളവരോ, അതായത് നമ്മൾ സീനിയേഴ്സ് ആകുമ്പം കുറേ കൂടെ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ജീവിച്ചവരാണ്, ഒരുപാട് കാര്യങ്ങൾ കണ്ടറിഞ്ഞവരാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവരാണ്, ഒരുപക്ഷെ അഡീഷണൽ ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ളപ്പോൾ ആ വ്യക്തി അവരുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന സബോർഡിനേറ്റ്സിനെയോ ജൂനിയേഴ്സിനെയോ ഗൈഡ് ചെയ്യാനും അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യാനും അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും കൂടെ ഉണ്ടാവണം. അതാണ് പറഞ്ഞത്. ഷീ ഷുഡ് ബി എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. അതായത് സൂപ്പർവൈസ് ചെയ്യാന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടാണ് എന്നും പറഞ്ഞ് കുറ്റം കണ്ടുപിടിച്ച് തെറ്റ് കണ്ടുപിടിച്ച് അവരെ വഴക്ക് പറയുക, സ്കോൾഡ് ചെയ്യാന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. അവർ നമ്മളെക്കാട്ടിൽ എക്സ്പീരിയൻസ് കുറഞ്ഞവരാണ്, ഒരുപക്ഷെ നമ്മുടെ അത്രയും നോളജ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളപ്പം അവരെ ഒബ്സർവ് ചെയ്ത് അങ്ങനെയുള്ള ഇന്നാഡിക്വസിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അപ്പം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെയും കൂടെ കേപ്പബിൾ ആക്കുക. മനസ്സിലായോ? അതാണ് സൂപ്പർവിഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ ദ ജൂനിയർ സ്റ്റാഫ്. ഇപ്പം പഠിച്ചിറങ്ങുന്ന മുമ്പേ എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രാക്ടിക്കൽ, മെയിൻലി ഇറ്റ് ഇസ് എ പ്രാക്ടിക്കൽ വർക്ക്.
അപ്പം പഠിത്തതെല്ലാം തന്നെ പ്രോപ്പർലി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കഴിവും അതിനുള്ള സാഹചര്യങ്ങളും അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ജൂനിയേഴ്സിനുണ്ടോ എന്ന് നോക്കണം. അവരിൽ അങ്ങനെയുള്ള കാര്യത്തിൽ അവരെന്തെങ്കിലുമൊക്കെ അപാകതകൾ കാണിച്ചാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും കറക്റ്റ് ചെയ്ത് കൊടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും കഴിയണം. മനസ്സിലായോ? അതാണ് വേറെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഫഷണൽ നേഴ്സ്. ഇപ്പോൾ നമ്മുടെ അണ്ടറിൽ ചിലപ്പം ജനറൽ നേഴ്സിംഗ് സ്റ്റുഡൻസോ അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് ഫ്രഷ് ആയിട്ട് പഠിച്ചിറങ്ങിയ ആൾക്കാരോ കാണും. അതുപോലെ തന്നെ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ചിലപ്പോൾ ANMs കാണും. പിന്നെ അങ്ങനെയുള്ള ചിലപ്പം വേറെ പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ കാണും. അപ്പോൾ അങ്ങനെയുള്ളപ്പം തീർച്ചയായിട്ടും സീനിയറായിട്ടുള്ള ഒരു സീനിയോറിറ്റി ഉള്ള ഒരാളിനോട് ജൂനിയേഴ്സ് പല കാര്യങ്ങളും വന്ന് സംശയം ചോദിക്കുകയോ അറിയാത്ത കാര്യങ്ങൾ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിനൊക്കെ സപ്പോർട്ട് കൊടുക്കണം. തന്നെയല്ല നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് കണ്ടറിഞ്ഞ് അവരെ പ്രോപ്പർലി ഗൈഡ് ചെയ്യാനും കഴിയണം. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഫഷണൽ നേഴ്സാണ്. ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുക. പിന്നെ അതുകൂടാതെ പിന്നെ കോമ്പിറ്റൻറ്റ് ടു പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് ക്വാളിറ്റി കെയർ. അതായത് എന്തെങ്കിലും നേഴ്സിംഗ് കെയർ കൊടുക്കാതെ എന്തെങ്കിലും കാണിച്ച് ഉടായ്പ് കാണിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് പേഷ്യൻ്റെ പ്രോബ്ലം മനസ്സിലാക്കി നേഴ്സിംഗ് പ്രോസസ് സ്റ്റൈലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡേറ്റ കളക്ഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നേഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ട്. ആ നേഴ്സിംഗ് ഡയഗ്നോസിന് വേണ്ടി നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും അല്ലേ. നേഴ്സിംഗ് ഡയഗ്നോസിസ് വെച്ചാൽ പേഷ്യൻ്റെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തെന്ന് അർത്ഥം. അത് കഴിഞ്ഞ് അത് ചെയ്യാൻ വേണ്ടി അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ എന്തൊക്കെ നേഴ്സിംഗ് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. പിന്നെ അത് പ്ലാൻ ചെയ്യുന്നതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. എങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സാക്ട്ലി ദ നേഴ്സിംഗ് കെയർ. അതായത് പേഷ്യൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളെടുക്കുന്ന പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സാക്ട് നേഴ്സിംഗ് കെയർ എന്ന് പറയുന്നത്. അത് പ്രോപ്പർലി കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ പേഷ്യൻ്റെ പ്രോബ്ലം സോൾവ് ആകത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം സോൾവ് ആയി എന്ന് മനസ്സിലാക്കാം. അതല്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റേഷനിലോ പ്ലാനിങ്ങിലോ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇച്ചിരി തെറ്റിപ്പോയാൽ ഈ ലാസ്റ്റ് സ്റ്റേജ് ഇവാലുവേഷൻ അല്ലെങ്കിൽ പേഷ്യൻ്റ് പ്രോബ്ലം സോൾവ് ആകത്തില്ല. അപ്പോൾ നമുക്ക് ഇവാലുവേഷൻ കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ള ഇവാലുവേഷൻ ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടി വരും. നമ്മളെവിടെയെങ്കിലും ഡേറ്റ കളക്ട് ചെയ്ത് തെറ്റിപ്പോയോ അല്ലെങ്കിൽ പ്രോപ്പർ ഡേറ്റ കളക്ട് ചെയ്തില്ലേ അല്ലെങ്കിൽ നമ്മൾ നടത്തിയ നേഴ്സിംഗ് ഡയഗ്നോസിസ് ശരിയല്ലേ എന്ന് നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും അതിൻ്റെ കാരണം എവിടെയാണ് തെറ്റിപ്പോയെന്ന് കണ്ടുപിടിച്ചിട്ട് വീണ്ടും അത് റീസെറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമ്മൾ ഡിസൈഡ് റിസൾട്ട് കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രമേ പേഷ്യൻ്റെ പ്രോബ്ലം സോൾവ് ആകത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് പറയുന്നത് കോമ്പിറ്റൻറ്റ് പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് ക്വാളിറ്റി നഴ്സിംഗ്. ഇപ്പോൾ കോംപ്രിഹെൻസീവ് ക്വാളിറ്റി നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത നേഴ്സിംഗ് പ്രോസസ് സ്റ്റൈലിലുള്ള കെയർ കൊടുത്തു കഴിയുമ്പോൾ അവസാനം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തു എങ്കിൽ മാത്രമേ, അതാണ് നമ്മൾ എവിഡൻസ് ബേസ്ഡ് നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞതിനകത്ത്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. അതിനുള്ള കഴിവ് നഴ്സിനുണ്ടാവണം. അതാണ് പറയുന്നത് ദാറ്റ് ഈസ് കോമ്പിറ്റൻറ്റ് പ്രൊവൈഡ് കോംപ്രിഹെൻസീവ് ക്വാളിറ്റി നഴ്സിംഗ്. ഓക്കെ. പിന്നെ അതല്ലാതെ നമ്മൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലൊക്കെ പോയി കഴിയുമ്പം അവിടെയുള്ള സ്റ്റാഫ് ചെയ്യുന്നത് കണ്ട് പരിചയിച്ച് അതൊക്കെ അങ്ങ് ചെയ്യുക, അല്ലെങ്കിൽ കുറേ ആക്ടിവിറ്റി ചുമ്മാതെ ചെയ്തിട്ട് പോകുന്നത് നേഴ്സിംഗ് കെയർ അല്ല. വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഓഫ് ദ പേഷ്യൻറ്റ്, then you have to find out the reason for it and define the patient's problem. Then you have to plan many things on the basis of scientific rationale. Then you have to implement, then only you can evaluate. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ പറയുന്ന കോംപ്രിഹെൻസീവ് ക്വാളിറ്റി നേഴ്സിംഗ് കെയർ എന്ന് പറയുന്നത്. പിന്നെ അക്കൗണ്ടബിൾ ടു ദ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഓരോ നഴ്സും അവർ ചെയ്യുന്ന ജോലിക്ക്, അവർ ചെയ്യുന്ന കെയറിന് അവർ ഉത്തരവാദികളാണ്. അക്കൗണ്ടബിൾ ഫോർ ടു ദ വർക്ക് ഡൺ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമുക്ക് അസൈൻമെൻ്റ് ഒക്കെ കിട്ടാറുണ്ട് വാർഡിലൊക്കെ പോകുമ്പോൾ. അതുപോലെ തന്നെ പഠിച്ച് പാസ്സായിട്ട് ഇറങ്ങി പോകുമ്പോഴും നമ്മൾ വാർഡിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഏതൊക്കെ പേഷ്യൻറ്റിന് കെയർ കൊടുക്കുന്നോ അതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തപ്പെടും. നേഴ്സിംഗ് കെയർ ഈസ് കംപ്ലീറ്റ്ലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി അസൈൻഡ് നഴ്സ് അല്ലേ. ഏത് നഴ്സിനാണോ പേഷ്യൻറ്റിന് കെയർ കൊടുക്കാൻ കിട്ടുന്നത് ആ നഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ് ആ പേഷ്യൻറ്റിന് കെയർ കൊടുക്കാറുണ്ട്. അതിനകത്ത് എന്ത് സംഭവിച്ചാലും അതിനകത്ത് അതിൻ്റെ ഉത്തരവാദി അവർ തന്നെയായിരിക്കും. അതാണ് പറയുന്നത് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം. ഏറ്റെടുക്കുന്ന ജോലി നന്നായിട്ട് ഉത്തരവാദിത്വത്തോടെ ചെയ്യാനുള്ള ആ പ്രത്യേകതയ്ക്കാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അക്കൗണ്ടബിലിറ്റി, വാട്ട് എവർ വർക്ക് ഷീ ഈസ് ഡൂയിങ്, വാട്ട് എവർ കെയർ യു ആർ ഗിവിങ്, ഷീ ഈസ് ദ അക്കൗണ്ടബിൾ പേഴ്സൺ ഫോർ ദ well-being of the patient or for the wrong
ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ദി പേഷ്യൻറ്റ്. ഇപ്പം നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു ആഫ്റ്റർ എഫക്റ്റിനകത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് വന്നെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. പോസിറ്റീവ് ഇമ്പാക്റ്റ് വന്നാലും അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. അതാണ് അക്കൗണ്ടബിലിറ്റി. വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഫോർ ദ പേഷ്യൻസ് ആഫ്റ്റർ യുവർ കെയർ, യു ആർ ദ പേഴ്സൺ റെസ്പോൺസിബിൾ ടു ആൻസർ ഫോർ ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് അക്കൗണ്ടബിലിറ്റി. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. പിന്നെ ഡെഡിക്കേഷൻ ടു ദ പ്രൊഫഷൻ, അതായത് പേഷ്യൻ്റ് ആ പ്രൊഫഷനോട് നല്ലത് ആത്മാർത്ഥത അല്ലെങ്കിൽ നീതി പുലർത്തുക എന്നൊക്കെ പറയും. അതായത് നമ്മൾ ചുമ്മാതെ ഇപ്പം തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കാര്യം ഓർത്താൽ മതി. കിടക്കുന്നത് നമ്മളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനോ അമ്മയോ നമ്മുടെ നിയറസ്റ്റ് റിലേറ്റീവോ ആരെങ്കിലും ആണ് ആ രോഗിയായിട്ട് കിടക്കുമെങ്കിൽ ഒരു നേഴ്സ് എങ്ങനെ അവരോട് വർക്ക് ചെയ്യുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ നേഴ്സിങ് വളരെ ഈസിയാവും. അതായത് നിങ്ങളൊരു നേഴ്സായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഷ്യൻ്റായിട്ട് കിട്ടുന്ന നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ ഏറ്റവും ഒരു നിയറസ്റ്റ് റിലേറ്റീവോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു പേഷ്യൻ്റ് എന്തെല്ലാമാണോ ഒരു നേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ മുൻകൂട്ടി വിഭാവനം ചെയ്ത് അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇഫക്റ്റീവ് നേഴ്സായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഡെഡിക്കേഷൻ ടു ദ പ്രൊഫഷൻ എന്നൊക്കെ പറയുമ്പോൾ അതാണ്. അതായത് പ്രൊഫഷനോട് അങ്ങേയറ്റം ആത്മാർത്ഥത അല്ലെങ്കിൽ നീതി പുലർത്തണം. മനസ്സിലായോ? എങ്ങനെയും സമയം കളഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരാ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനുണ്ട്, അത് നമ്മുടെ ഡ്യൂട്ടി കഴിയുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കുന്നില്ല, അടുത്ത ഡ്യൂട്ടിക്ക് വരുന്നവർക്ക് എൻഡോഴ്സ് ചെയ്തിട്ട് പോവുക. അതൊന്നും ഒരിക്കലും നമ്മുടെ ഡിവോട്ടഡാന്ന് പറയാൻ. നേരത്തെ കൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കണം. ഇത്ര സമയം കൊണ്ട് എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്ത് ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ സമയത്തുള്ള പേഷ്യന് കിട്ടേണ്ട കെയർ കംപ്ലീറ്റ് കിട്ടിയിരിക്കണം എന്ന് അവർ നേരത്തെ കൂട്ടി തീരുമാനിച്ചാൽ മാത്രമേ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ ടൈം റിലേറ്റഡ് ആയിട്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റൂ. അങ്ങനെ ചെയ്ത് തീർത്തെങ്കിൽ മാത്രം നമ്മുടെ സമയത്ത് നമ്മൾ എന്ത് വേണ്ടി പേഷ്യന് ചെയ്തു, നമ്മൾ എന്തൊക്കെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന് തന്നെ ഒന്ന് അസസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വെദർ ദ ടൈം വി ഹാവ് സ്പെൻഡ് ഫോർ ദ പേഷ്യൻറ്റ് ഈസ് ഇഫക്റ്റീവ് ഓർ നോട്ട്. നമ്മൾ നമ്മുടെ സമയത്ത് എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പ്രോബ്ലം സോൾവ് ചെയ്തു. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ജോലിയെല്ലാം മറ്റുള്ളവർക്ക് വെച്ചിട്ടാണോ പോകുന്നത്, നമ്മളൊന്നും ചെയ്തില്ലേ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും വെദർ യു ആർ ഫെയ്ത്ത്ഫുൾ ഓർ ഡിവോട്ടഡ് ഓർ ഡെഡിക്കേറ്റഡ് ടു ദ പ്രൊഫഷൻ. മനസ്സിലായോ? പിന്നെയുള്ളത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളതൊക്കെ കുറേയൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലും ഞാൻ മസ്റ്റ് ബി ഇമ്പാർഷ്യൽ എന്ന് പറഞ്ഞാൽ പക്ഷഭേദപരമായിട്ട് നേഴ്സിംഗ് കെയറിൽ പക്ഷാഭേദം കാണിക്കാൻ പാടില്ല. അതായത് എൻ്റെ ഒരു റിലേറ്റീവ് വന്ന് കിടന്നാൽ ഞാൻ അവരെ ശരിക്കും നോക്കും, അല്ലെങ്കിൽ എൻ്റെ ഒരു നെയ്ബറാണ് വന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടാണ് വന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഒരാളാണ് വന്ന് കിടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന പാർഷ്യാലിറ്റി വെച്ചുകൊണ്ട് ഒരിക്കലും നഴ്സിംഗ് കെയർ കൊടുക്കാൻ പറ്റില്ല. ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അത് ഐഡൻറ്റിഫൈ ചെയ്ത് നഴ്സിംഗ് കെയർ കൊടുക്കണം. അല്ലാതെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഫ്രണ്ട്ഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫെമിലിയാരിറ്റിയുടെയോ ഒന്നും പേരിൽ പക്ഷപാതപരമായി നഴ്സിംഗ് കെയർ കൊടുക്കാൻ പാടില്ല. അതായത് നമ്മൾ കാണുന്ന പേഴ്സൺ ഒരു പേഷ്യൻ്റാണ്. അത് ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ടോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളവരോ അല്ലാത്തവരോ ആയിരിക്കാം, ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ഒക്കെ പെട്ടവരും ഒക്കെ ആകാം, അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസ് ഡിഫറൻ്റ് ആകാം, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻ്റ് ആകാം. അതെന്ത് തന്നെ ആയാലും നമ്മൾ അവരെ ഒരു പക്ഷപാതപരമായിട്ട് കണ്ട് നഴ്സിംഗ് കെയർ കൊടുക്കാൻ പാടില്ല. അതാണ് മസ്റ്റ് ബി ഇമ്പാർഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബെഡേ കിടക്കുന്ന നമ്മൾ 3 പേഷ്യൻറ്റിനെ കിട്ടിയേക്കുന്ന ഒരു പേഷ്യൻറ്റിനെ എനിക്കറിയാം, അടുത്ത് കിടക്കുന്ന പേഷ്യൻറ്റിനെ എനിക്ക് അറിയത്തൊന്നുമില്ല. അപ്പോൾ 2 പേർക്കും കൊടുക്കുന്ന 2 തരത്തിലുള്ള നഴ്സിംഗ് കെയർ ആവാൻ പാടില്ല. അവരുടെ രോഗമനുസരിച്ചുള്ള നീഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ വ്യക്തി ആരായാലും അയാൾക്ക് വേണ്ട കെയർ കിട്ടിയിരിക്കണം. അതാണ് പറയുന്നത് നഴ്സ് ഷുഡ് ബി ഇമ്പാർഷ്യൽ. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് നേഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചേക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്ലൈഡിനകത്ത് മിക്കത് ഇൻക്ലൂഡ് ചെയ്തു. എന്നാലും ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഫഷണൽ നേഴ്സ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് നേഴ്സിംഗ് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എ കെയറിങ് ആക്ടിവിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പോയിൻറ്റ്സ് പറഞ്ഞു. പിന്നെ പ്രൊഫഷൻ എന്താണെന്ന് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, മീനിങ് പറഞ്ഞു. പിന്നെ ക്രൈറ്റീരിയ ഓഫ് നേഴ്സിംഗ് പ്രൊഫഷൻ, അതായത് ക്രൈറ്റീരിയ ഓഫ് നേഴ്സിംഗ് പ്രൊഫഷനകത്ത് ഞാനത്
ജസ്റ്റ് ഒന്ന് പറയാം, അത് സ്ലൈഡിനകത്തില്ല. അക്കോർഡിംഗ് ടു ഫ്ലെക്സിനർ, the FLEX NER 1915, 6 criteria of a profession are, അതായത് ഒരു പ്രൊഫഷനെ പറ്റി ജനറലിയാണ് പറഞ്ഞേക്കുന്നത്. 6 criteria of a profession are professional activities based on intellectual action along with personal responsibility. അതായത് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഇൻ്റലക്ച്വൽ ആക്ഷൻ എലോങ് വിത്ത് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. അതായത് വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ഒരാളുടെ ബുദ്ധിയും ഉപയോഗിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് പ്രൊഫഷൻ എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ദ പ്രാക്ടീസ് ഓഫ് പ്രൊഫഷൻ ഈസ് ബേസ്ഡ് ഓൺ നോളജ് നോട്ട് ഓൺ റുട്ടീൻ ആക്ടിവിറ്റീസ്. അതായത് വെറും കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ മാത്രമല്ല, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നോളജ് ഓൾസോ. നോളജ് ഉണ്ടെങ്കിലേ അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രോപ്പർ നോളജ് ഉണ്ടായിരിക്കണം. ദെൻ ദർ ഈസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ റാദർ ദാൻ ജസ്റ്റ് തിയറി. അതായത് ഈ തിയറി മാത്രം അറിഞ്ഞാൽ പോരാ, അത് കൊണ്ടുപോയി പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനും നേഴ്സിംഗ് പ്രൊഫഷണൽ ഇൻവോൾവ് ആയിട്ടുള്ളവരറിയണം. ഓക്കെ. പിന്നെ പറയാനുള്ളത് there are techniques that can be taught. അതായത് നമ്മൾ പറഞ്ഞില്ല, അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഈ യുഗത്തിൽ പല പല കാര്യങ്ങളും ആ ടെക്നിക്സ് എങ്ങനെ ആ പ്രൊഫഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അഡാപ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? ഇപ്പോൾ തന്നെയാണെങ്കിൽ നമ്മൾ ICUലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ് അവിടെയുണ്ട്. അത് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെ പേഷ്യൻ്റെ കെയറിന് ഉപകരിക്കപ്പെടും എന്ന് മനസ്സിലാക്കാനും അത് പഠിച്ചെടുക്കാനുമുള്ള കഴിവുണ്ടാകണം. അതാണല്ലോ നമ്മൾ പറയാനുണ്ട്, നമ്മൾ ICUയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമാണ്. അതായത് പീഡിയാട്രിക്സ് ICUയിലുള്ള പോലെ അല്ല ഒരു ന്യൂറോളജിക്കൽ ICUയിൽ, അതുപോലെയല്ല ഒരു കാർഡിയോളജി ICUയിൽ. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും വേണ്ട എക്യുപ്മെൻറ്റ്സും ടെക്നോളജിയൊക്കെ ഡിഫറെൻ്റ് ആണ്. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് ഏത് സ്യൂട്ടബിൾ ആണ് ടെക്നോളജി എന്ന് മനസ്സിലാക്കി പേഷ്യൻ്റ് കെയർ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആ ഒരു സെറ്റിങ്സിൽ കാണും. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും പ്രൊഫഷണൽ നേഴ്സിന് കഴിയണം. മനസ്സിലായോ? ദെൻ എ പ്രൊഫഷൻ ഈസ് ഓർഗനൈസ്ഡ് ഇൻറ്റേർണലി. അതായത് പ്രൊഫഷൻ ഈസ് ഓർഗനൈസ്ഡ് ഇൻറ്റേർണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ആ സെറ്റിങ്സിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനങ്ങൾ എടുത്താണ് നമ്മൾ കെയർ കൊടുക്കാൻ വരുന്നത്. അതാണ് പറയുന്നത് പ്രൊഫഷൻ ഈസ് ഓർഗനൈസ്ഡ് ഇൻറ്റേർണലി. പിന്നെ പ്രൊഫഷൻ ഈസ് മോട്ടിവേറ്റഡ് ബൈ ദി വിത്ത് ദ മെമ്പേഴ്സ് വർക്കിംഗ് ഇൻ സം സെൻസ് ഫോർ ഗുഡ്നെസ് ഓഫ് ദ സൊസൈറ്റി. അതായത് the profession is motivated and with the members working in some sense for goodness of the society. പിന്നെ ഇനി അടുത്തത് നേഴ്സിംഗ് is a discipline, it has got discipline involved in the delivery of health care to the society. സൊസൈറ്റിക്ക് ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടി നേഴ്സിംഗ് പ്രൊഫഷന് അതിൻ്റേതായ ഡിസിപ്ലിൻസ് ഉണ്ട്. ദെൻ നേഴ്സിംഗ് ഈസ് എ ഹെൽപ്പിംഗ് പ്രൊഫഷൻ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നേഴ്സിംഗ് ഈസ് എ ഹെൽപ്പിംഗ് പ്രൊഫഷൻ ഓർ എ സർവീസ് ഓറിയൻറ്റഡ് പ്രൊഫഷൻ. ദെൻ നേഴ്സിംഗ് ഈസ് സർവീസ് ഓറിയൻറ്റഡ് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളത് ആദ്യമേ പറഞ്ഞു. നേഴ്സിംഗ് ഈസ് സർവീസ് ഓറിയൻറ്റഡ് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ. ദെൻ നേഴ്സിംഗ് ഈസ് ആൻ ആർട്ട് ആൻഡ് എ സയൻസ്. അത് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നേഴ്സിംഗ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് നേഴ്സിംഗ് ഈസ് എ സയൻസ്. അപ്പോൾ ഇതാണ് ക്രൈറ്റീരിയ ഓഫ് നേഴ്സിംഗ് പ്രൊഫഷൻ എന്ന് പറഞ്ഞുള്ളത്. അപ്പം നമ്മൾ നേഴ്സിംഗ് ആസ് എ പ്രൊഫഷനകത്ത് എന്താണ് പ്രൊഫഷൻ, എന്താണ് അതിൻ്റെ മീനിങ്, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രൈറ്റീരിയ ഓഫ് എ നേഴ്സിംഗ് പ്രൊഫഷൻ, ഇതൊക്കെ പഠിച്ചു. പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് നേഴ്സിംഗ് അത് നമ്മൾ പഠിച്ചു. നേഴ്സിംഗ് ഈസ് കെയറിങ്, അങ്ങനെ 5-6 പോയിൻറ്റ്സ് പഠിച്ചു. പിന്നെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഫഷണൽ നേഴ്സ് പഠിച്ചു. അതിനകത്ത് നമ്മൾ 10-11 പോയിൻ്റൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ബേസിക് തിങ്സ് ആയിട്ട് നമ്മൾ നേഴ്സിംഗ് പഠിച്ചേക്കുന്നത്. അപ്പോൾ നേഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. ഓക്കെ. അതിനകത്ത് ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രൊഫഷണൽ നേഴ്സ് എന്നുള്ളതിനാണ് കൂടുതൽ നിങ്ങളുടെ സിലബസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അത് കൊണ്ടുപോയി അതിൻ്റെ അവയർനെസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതായത് നേഴ്സിംഗ് വെൻ ഇറ്റ് ഈസ് ബിക്കം പ്രാക്ടിക്കൽ വി ആർ ഇംപ്ലിമെൻറ്റിങ് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ നേഴ്സിംഗ് പ്രൊഫഷൻ അല്ലേ. തന്നെയല്ല ഒരു നേഴ്സിന് സ്വന്തമായിട്ട് സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. എന്താണ് എനിക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഞാൻ ഇനാഡിക്കേറ്റ് ആണോ, അതെങ്ങനെ എനിക്ക് മോഡിഫൈ ചെയ്തൊരു പ്രൊഫഷണൽ നേഴ്സ് ആകാൻ പറ്റും. ഇതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും
all of you or the professionals should know the characteristic of a profession. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം ഇനിയും നിങ്ങളുടെ സിലബസിനകത്ത് ഇത് റിലേറ്റുമായിട്ടുള്ള പോർഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ റെഗുലേറ്ററി ബോഡീസ് പഠിച്ചു. അതിനകത്ത് നേഴ്സിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ലെവലിലുള്ള ബോഡി, അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള ബോഡിയൊക്കെ പഠിച്ചു. ഇനി ചില വാട്ട് ആർ സം ഓഫ് ദി ഇഷ്യൂസ് ആൻഡ് വാട്ട് ആർ സം ഓഫ് ദി ട്രെൻഡ്സ് എക്സിസ്റ്റിംഗ് ഇൻ നഴ്സിംഗ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഓക്കെ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ മിക്കതും ഞാൻ എൻ്റെ ഇതിനകത്ത് മെജോറിറ്റി ഉണ്ട്. ഇതിനകത്ത് ഇല്ലാത്ത 1-2 പോയിൻ്റ് ഉള്ളത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലോ. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ആ നോട്ട് അയച്ചു തരാം. ഓക്കെ. അപ്പം നേഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്ന ആ ഭാഗം നമ്മളിന്ന് പഠിച്ചു. അത് നിങ്ങളുടെ യൂണിറ്റ് 5 ഉള്ള ടോപ്പിക്കാണ് നേഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. അതിനകത്ത് മെയിൻലി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞേക്കുന്നത്, പിന്നെ റെഗുലേറ്ററി ബോഡി, അങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പം തൽക്കാലം നമുക്ക് ഇന്നിവിടെ വെച്ച് നിർത്താം. സോ പിന്നെ ഒരു കാര്യം കൂടെ, നാളെ എനിക്ക് കോളേജിൽ സപ്ലിമെൻ്ററി എക്സാം നടക്കുകയാണല്ലോ, ഇൻവിജിലേഷൻ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ നാളത്തേക്കുള്ള ക്ലാസ്സിൽ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറ്റുമെങ്കിൽ നോട്ട് അയച്ചു തരാം. അത് നിങ്ങൾ എഴുതി വയ്ക്കുക നാളത്തെ എൻ്റെ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം വന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ.